ആ വാഹനം ഒന്ന് കണ്ടെത്തുവാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ഉദ്രവിക്കാനൊന്നുമല്ല. വണ്ടി ഏതാന്ന് കണ്ടെത്തിയാൽ മതി. CCTV നോക്കിയിട്ട് ഇതാകുന്നില്ലെന്നാണ് പറഞ്ഞത്. ഈ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ഞാൻ ചികിത്സയിലാണ്. ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ ഓട്ടോറിക്ഷ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ CP വേണുഗോപാൽ. ഇക്കഴിഞ്ഞ നവംബർ മാസം 19-ാം തീയതി വൈകുന്നേരം ഏതാണ്ട് 6:30യോടുകൂടിയാണ് ചങ്ങനാശ്ശേരി പെരുന്ന ജംഗ്ഷനിൽ വെച്ച വേണുഗോപാൽ സഞ്ചരിച്ച ബൈക്ക് ഒരു ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പല ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ചികിത്സയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ഏകദേശം 3 മാസക്കാലത്തോളമായിട്ടും ഈ ഇടിച്ചു വീഴ്ത്തിയ വാഹനം, ആ ഓട്ടോറിക്ഷ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആ വാഹനം എങ്ങനെയും കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് 60 വയസ്സുകാരനായ വേണുഗോപാൽ. കഴിഞ്ഞ നവംബർ 19-ാം തീയതി വൈകിട്ട് എൻ്റെ സുഹൃത്ത് തീരെ വയ്യ, BP കൂടി തല പൊട്ടിപ്പോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വിളിച്ചപ്പോൾ അപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പുള്ളിയെ പോയി കണ്ട് പുള്ളിയെ വണ്ടിയെ ഇരുത്തി ഞാൻ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പുള്ളി തിരിച്ചിറക്കി ഞാൻ വരുമ്പോൾ വഴി NS റൗണ്ടിൻ്റെ അവിടെ വെച്ച് ഒരു ഓട്ടോറിക്ഷ വന്ന് നല്ല ശക്തിയായിട്ട് ഇടിച്ചിട്ട് ഞാൻ മറിഞ്ഞു വീണ് എനിക്ക് എണ്ണിക്കാൻ വയ്യായിരുന്നു. ഗുരുതര പരിക്കേറ്റു. എൻ്റെ കോളർ ബോൺ ഒടിഞ്ഞു പോയി, ഷോൾഡർ ഊരിപ്പോയി, അതുപോലെ തന്നെ കൈക്കും കാലം പരിക്കേറ്റു. ഓട്ടോറിക്ഷ നിർത്താതെ പോയി. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാഷ്വാലിറ്റി കാണിച്ചു. ഇപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് കോളർ ബോൺ ഒടിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പിന്നെ പല ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇത് ആക്സിഡൻറ്റ് നടന്ന് ഒരു 4 ഡേയ്സ് കഴിഞ്ഞ് എനിക്ക് വയ്യാറപ്പോൾ എൻ്റെ വൈഫ് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തായിരുന്നു. പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടൊന്നുമില്ല. അന്ന് പക്ഷേ CCTV നോക്കിയെങ്കിൽ ഇത് കിട്ടിയാനേ ഓട്ടോറിക്ഷ. പക്ഷേ അവർ നോക്കിയില്ലെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും പരാതി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വേറെ പോലീസ് ഉദ്യോഗസ്ഥനത് അന്വേഷിച്ചു. പക്ഷേ ഇത്രയും ഡേയ്സ് ആയാണ്, ഇപ്പം 3 months ആൾറെഡി കഴിഞ്ഞു പോയി. ഇപ്പം ഇത്രയും സമയമായതുകൊണ്ട് ഈ CCTVക്കകത്ത് നിന്ന് മേ ബി അത് പോയതായിരിക്കാം. പോലീസ് എന്താ പറയുന്നത്? പോലീസ് അത് CCTVയിൽ കാണുന്നില്ലെന്നാണ് പറയുന്നത്. CCTV കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപകടം ഉണ്ടായ സ്ഥലം ടൗണിന് നടുക്കാണ്. ഒരുപാട് CCTV ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും ധാരാളം CCTV ഉള്ള. പക്ഷെ അവരാർക്കും ഇത് സാക്ഷി പോലും പറയാൻ വന്നാൽ പേടികൊണ്ടായിരിക്കാം അവരെല്ലാം അതിൽ നിന്ന് വിട്ടു. പക്ഷേ എനിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ഞാൻ ചികിത്സയിലാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ വീടൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഞാൻ വാടക താമസിക്കുകയാണ്. സാമ്പത്തികം MRI ചെയ്യുമ്പോഴും പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഫിസിക്കലി ഞാൻ ടയർഡാണ്. വല്ലാത്തൊരവസ്ഥയാണ്. കാര്യം എനിക്ക് വീടും പോയി. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസ്ഥയില്ല. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. 5 ആശുപത്രി കാണിച്ചു. ഇപ്പോഴും ചികിത്സയിലാണ്. ഇവിടെ എല്ലാം മുഴുവൻ ഇവിടെ ഇപ്പോഴും പാടുണ്ടായിരുന്നു. തേഞ്ഞ് മഞ്ഞ് പോയി. അതുപോലെ കാല്, ഇപ്പോൾ എനിക്ക് ഇടത് കാല് തീരെ വയ്യ. ഇപ്പോഴും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് മനസാക്ഷി ഉള്ള ഒരു ആളടുത്ത് കണ്ടുപിടിച്ച് കൊടുക്കുവാൻ എനിക്ക് മുന്നോട്ട് പോകുമായിരുന്നു. ഒരു ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മറ്റുള്ള പണിക്കും പോകാത്ത അവസ്ഥ എനിക്ക്. ഞാൻ പറഞ്ഞ എൻ്റെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ വൈഫിന് അസുഖമൊക്കെ ഇരിക്കുകയാണ്. ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് അമിത വേഗതയിൽ ഓടിച്ചു പോകുമായിരുന്നു. നിർത്തിയില്ലത്. ഇങ്ങോട്ട് തിരുവല്ല ഭാഗത്തേക്ക് പോകുമായിരുന്നു. തിരുവല്ല ഭാഗത്തേക്ക് വന്നു ഇങ്ങനെ ഓടിച്ചു പോകുമായിരുന്നു. ഞാനിങ്ങോട്ട് പക്ഷേ അവിടെ വീണ് പോയി. എനിക്ക് വീണപ്പോൾ തന്നെ സൗണ്ട് കേട്ട്. അപ്പോൾ മനസ്സിലായി, തൊട്ടപ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു തോന്നി. ഇടിക്കാൻ വയ്യ. പിന്നെ വൈഫിനെ വിളിച്ചു വരുത്തിയാണ് ഞാൻ ആശുപത്രിയിൽ പോയത്. പല രീതിയിൽ അന്വേഷിച്ച് നോക്കി, പക്ഷേ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇല്ല, പല രീതി ഞാൻ അവിടെ പോയി പലരോടും ചോദിച്ചു. നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ മതി. പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പലരും പറിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവരാരും കണ്ടെന്ന് പറയാൻ പേടികൊണ്ടാണെന്ന് കഴിഞ്ഞൂട, സാക്ഷിയാന്ന് പേടിച്ചതായിരിക്കും അവരാരും. പക്ഷേ അത് ഞാൻ ജോലി നിൽക്കുന്ന കണ്ടവരുണ്ട്. പക്ഷേ അവരാരും ഇത് മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പേടിയായിരിക്കാം. അപ്പം ആരെങ്കിലും എന്നെ ഇത് ഓട്ടോറിക്ഷ കണ്ടെത്താൻ സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. അവർ പലരും ആ വണ്ടി കണ്ടവരാണ്. ആരെങ്കിലും അത് ഏതാണ് വാഹനം എന്നൊന്ന് പറയണമെന്നുള്ളതാണ് താങ്കളുടെ അപേക്ഷ. തീർച്ചയായിട്ടും ആ വാഹനം ഒന്ന് കണ്ടെത്തുവാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ഉദ്രവിക്കാനൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ കിട്ടുന്നെങ്കിൽ എനിക്ക് അതുകൊണ്ട് സേഫാകാം. ഇപ്പം നമുക്ക് വല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ വീട് വാടക താമസിക്കുകയാണ്. ഇപ്പം ഞാൻ ഇറങ്ങി പണിയാതെ ഇപ്പം ഈ മാസത്തെ വാടക കൊടുത്തിട്ടില്ല. ആ അവസ്ഥ നിൽക്കുകയാണ്. അത്ര ഒരു ശോചനീയാവസ്ഥ എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒട്ടും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അവിടുന്ന് പിറ്റേ ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരാരും വിളിച്ചില്ല. അതിന് ശേഷം കുറേ ദിവസങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും പരാതി കൊടുത്തു. ഇതുവരെ ഒരു മാർഗവും കണ്ടിട്ടില്ല. വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളിപ്പോൾ. ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. വണ്ടി ഏതാന്ന് കണ്ടെത്തിയാൽ മതി. CCTV നോക്കിയിട്ട് ഇതാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ വണ്ടിയുടെ നമ്പരും വണ്ടി ആരാണെന്നുള്ളത് കിട്ടിയാൽ മതി. അത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ 3 മാസം ആകാൻ പോകുന്നു ഈ അപകടം നടന്നിട്ട്. അന്ന് മുതൽ ഈ വാഹനം കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാണല്ലേ?
അതെ 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 തീർച്ചയായിട്ടും. പക്ഷേ ഇതുവരെ അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപകടം നടന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. പലരും ഏതാണ് വാഹനം എന്നുള്ളത് കണ്ടതുമാണ്. ആരെങ്കിലും ആ വാഹനം ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരണമേ എന്ന് മാത്രമാണ് വേണുഗോപാലിന് പറയാനുള്ളത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.